ഹലോ നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എന്താ ഞാൻ ഇവിടെ ഇരിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇരുന്ന് പറയണമെന്ന് തോന്നി, അതാണ് ഞാനിവിടെ വന്നിരുന്നത്. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ മക്കൾക്കോ ആർക്കെങ്കിലും ബാംഗ്ലൂർ പോയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടോളൂ കേട്ടോ. അതായത് നമ്മൾക്കിപ്പോൾ മുൻകാലങ്ങളിലെ പോലെയല്ലല്ലോ, ഒരുപാട് കോഴ്സുകളും ഒരുപാട് കോളേജുകളും ഒന്നും എല്ലാ കാര്യത്തെ പറ്റിയും നമുക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ലല്ലോ. അപ്പോൾ പലർക്കും അറിയുന്നവരുണ്ടാവാം, ഇപ്പോൾ അറിയാത്തവരും ഉണ്ടാവാം. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അതായത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആരുടെയെങ്കിലും കുട്ടികൾക്ക് ആർക്കെങ്കിലും ബാംഗ്ലൂർ പോയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കോഴ്സ് എടുക്കണം, ഏത് കോളേജിൽ അഡ്മിഷൻ എടുക്കണം, എവിടെ താമസിക്കണം, അഡ്മിഷൻ എടുക്കാൻ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ, അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവുമല്ലോ പലർക്കും. അങ്ങനെയുള്ള സംശയങ്ങൾക്കൊക്കെ ഉള്ള ഒരു ഉത്തരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ താഴെ ഒരു കോൺടാക്ട് നമ്പർ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ A to Z എന്താ പറയുക സംശയങ്ങൾക്കുള്ള മറുപടി കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പലർക്കും സംശയമുള്ള കാര്യമാണ് ഏതൊക്കെ കോഴ്സുകൾ എടുത്താൽ ഏതൊക്കെ മേഖലകളിൽ നമുക്ക് ജോലി നേടാം എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും സംശയങ്ങളല്ലേ. ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളതെന്ന് പോലും അത്രയും കോഴ്സുകളാണ് നമുക്ക്. എന്താ പറയുക, നമുക്ക് പലർക്കും പല കോഴ്സുകളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയില്ല ഏതൊക്കെ കോഴ്സുകളാണെന്ന്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ എന്താണെന്നുള്ളതും അങ്ങനെയുള്ള ആൾക്കാർക്കുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഞാനൊരു നമ്പർ കൊടുക്കാം, ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അതുപ്രകാരം നിങ്ങൾക്ക് ഏത് കോളേജിൽ അഡ്മിഷൻ എടുക്കണമെന്നും ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ഏതൊക്കെ കോഴ്സുകൾ സെലക്ട് ചെയ്യണം എന്നുള്ളതും എവിടെ താമസിക്കണം എന്നുള്ളതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇത് ആവശ്യമില്ലെങ്കിൽ, ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഇത് ആവശ്യമില്ലെങ്കിൽ ആവശ്യമുള്ള ആർക്കെങ്കിലും വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. നമ്മളിപ്പോൾ പല വീഡിയോസും ഷെയർ ചെയ്യാൻ പറയുമ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഞാനിടുന്നൊരു വീഡിയോ ഷെയർ ചെയ്താൽ അതിൻ്റെ ഗുണം എനിക്കുണ്ട്, ശരിയാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ആ വീഡിയോ കൊണ്ട് ഉപകാരമില്ലെങ്കിലും ഉപകാരപ്പെടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാ വീഡിയോയും ഞാൻ അങ്ങനെ ഷെയർ, ഇപ്പം എൻ്റെ ഡെയിലി വ്ളോഗ്സൊക്കെ ഞാൻ ഇടുന്ന ഒരു ചാനൽ തന്നെയാണിത്. പക്ഷെ അതൊന്നും ഷെയർ ചെയ്യുമെന്ന് ഞാൻ ഈ ആദ്യത്തെ കാലത്തിൽ പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ അങ്ങനെ പറയാറില്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഒരാൾ ഒരു വീഡിയോ കാണുമ്പോൾ അത് അവർ ഇഷ്ടപ്പെട്ടുകൊണ്ട് കാണണം. ആ വീഡിയോ അവർക്ക് ഇഷ്ടമായിട്ട് അവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഒക്കെ ചെയ്യണം. അല്ലാതെ നമ്മൾ പറഞ്ഞുകൊണ്ട് ചെയ്യിപ്പിക്കുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ പലതും ഞാൻ പറഞ്ഞിരുന്നതിൻ്റെ കാര്യം പലപ്പോഴും പലർക്കും ഇഷ്ടമുണ്ടെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നങ്ങ് പോകും. അപ്പം അങ്ങനെ ഒരു മറവി വരണ്ടെന്ന് കരുതിയിട്ട് ഞാൻ മുൻപുള്ള വീഡിയോയിലൊക്കെ ലൈക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പം അതും പറയാറില്ല. കാരണം നമുക്ക് അത്ര ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ലൈക്ക് ചെയ്യുമല്ലോ, അങ്ങനെയാണല്ലോ എല്ലാവരും. അപ്പോൾ ലൈക്ക് ഇല്ലെങ്കിൽ അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യണമെന്ന് പറയാനുള്ള കാരണം, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിലും ഇത് വേറെ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും. നമ്മൾ വിചാരിക്കും നമ്മൾക്ക് എല്ലാം അറിയാമെന്ന്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അവിടെ കോഴ്സ് പഠിക്കാൻ വേണ്ടി ഇപ്പോൾ എന്തിനും നമ്പർ കോൺടാക്ട് ചെയ്യുന്നത്, നമുക്കങ്ങ് പോയാൽ അത് നമുക്കറിയാലോ എന്ന് കരുതുന്നവരുണ്ടാവാം. പക്ഷെ അതുപോലെയല്ല, അറിയാത്ത ഒരുപാട് പേരുണ്ടാവും, കുറേ സംശയങ്ങളായിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അറിയാത്തവരുടെ അടുത്ത് പോയിട്ട് വല്ല ചതിക്കുഴികളിലും വീഴുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ അറിയുന്ന ആൾക്കാരുടെ നിന്ന് എല്ലാ നിർദ്ദേശങ്ങളും കേട്ടതിന് ശേഷം നമ്മളൊരു കാര്യത്തിന് മുന്നിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ഉപകാരമാണ് ഈ വീഡിയോ. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടെങ്കിലും ആർക്കെങ്കിലുമൊക്കെ വേണ്ടി വരും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞാൻ നമ്പർ താഴെ കൊടുക്കാം, ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്നതായിരിക്കും, എല്ലാ കോഴ്സിൻ്റെയും എല്ലാം കിട്ടുന്നതായിരിക്കും. ഒരുപാട് കോളേജുകളുണ്ട് ബാംഗ്ലൂർ, ഒരുപാട് കോഴ്സുകളുണ്ട്. അപ്പോൾ അത് ഏത് സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ, കോഴ്സ് സെലക്ട് ചെയ്യുന്നത് ഓരോരുത്തരുടെ ടേസ്റ്റാണ്. പക്ഷേ ഓരോന്നിനെ പറ്റിയിട്ടുള്ള വിശദ വിവരങ്ങൾ, ഏതൊക്കെ കോഴ്സുകൾ പഠിച്ചാൽ ഏതൊക്കെ മേഖലകളിൽ ജോലി കിട്ടും എന്നുള്ള വിശദ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ആ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി.
വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതിനിടയിൽ കമൻ്റ് ഇടുക. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഈ നമ്പറിൽ വിളിച്ച് കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ അഡ്മിഷനൊക്കെ എടുത്തു കഴിഞ്ഞെങ്കിൽ ഒന്ന് വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇടുക. കാരണം നമ്മൾക്കത് കാണുമ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തു, ഒരു കാര്യത്തിന് വേണ്ടി ഒരു വീഡിയോ ചെയ്തു, അതുകൊണ്ട് ഒരാൾക്കെങ്കിലും ഉപകാരം ഉണ്ടായി എന്ന് കണ്ടാൽ അത് നമ്മൾക്കൊരു ഹാപ്പി അല്ലേ. അപ്പോൾ നിങ്ങൾ എങ്ങാനും അഡ്മിഷനൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻ്റ് ഇടുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് വീഡിയോ കണ്ടതിന്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.